ഹേയ് സോൾ ഫാമിലി, വെൽക്കം ബാക്ക് ടു പെൻഡോറുബി അനലിറ്റിക്കൽ ടാരോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പുരോഗതി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിലവിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റിനെ എങ്ങനെ നിർവീര്യമാക്കാം, എങ്ങനെ സ്വന്തം പ്രൊട്ടക്ഷൻ, സ്വന്തം സുരക്ഷിതത്വം എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ തടയാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങളിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി അയച്ചിട്ടുണ്ടോ? നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ നെഗറ്റീവ് എനർജിയെ എങ്ങനെ നിങ്ങൾക്ക് നിർവീര്യമാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ 5 കാർഡ് സ്പ്രെഡാണ് എടുക്കുന്നത്. ഓക്കെ, ഈ കാർഡുകളിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നത്, അതായത് നിലവിൽ ആരെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പേജ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് തന്നെ ഇതിൻ്റെ ഒരു യെസ് എന്നുള്ള ഉത്തരം നൽകുന്നൊരു, അതായത് നമുക്കൊരു ഉറപ്പ്, അത് ശരിയാണ്, നമ്മുടെ ആ സംശയം വെറുതെ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന കാർഡാണ്. കാരണം ഈ പേജ് ഓഫ് സോർട്സ് പറയുന്നത് ഒരു സ്പൈ വർക്കിനെ പറ്റിയാണ്. നിങ്ങളെ ആരോ നിരീക്ഷിക്കുന്നുണ്ട് എന്നത് എന്തായാലും ഉറപ്പാണ്. അതുപോലെ 3 ഓഫ് വാണ്ട്സ് കൂടി ചേർത്ത് പറയുമ്പോൾ അത് ദൂരെയുള്ള ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളോ നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെട്ട് നെഗറ്റീവ് ചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ടാകാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മറ്റൊരു സൂചന എന്ന് പറയുന്നത് നിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഊർജവും ഇതിനോടൊപ്പമുണ്ട്. അതായത് നിങ്ങളെ നന്നായിട്ട് നിരീക്ഷിച്ച് നിൽക്കുന്ന ഒരു എനർജി, ഒരു യങ് എനർജിയും ഒരു മുതിർന്ന ആളുടെ എനർജിയും ഇതിൽ കാണാം. ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് പങ്കുവയ്ക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന ബന്ധങ്ങൾ, അതിൽ നിന്നുള്ള ഊർജം നിങ്ങളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് എന്നിത് അർത്ഥമാക്കുന്നുണ്ട്. മറ്റൊരാൾ ബോധപൂർവം എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നത് വഴി അയക്കുന്ന, നിങ്ങളിലേക്ക് വിടുന്ന നെഗറ്റിവിറ്റിയേക്കാൾ കൂടുതൽ ഇതൊരു കർമ്മഫലത്തിൻ്റെയോ അല്ലെങ്കിൽ മുൻകാല സാഹചര്യങ്ങളുടെയോ, മുൻകാലത്തുണ്ടായ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് റിസൾട്ട് എന്ന രീതിയിൽ വരുന്ന ഒരു എനർജി ആകാനും സാധ്യതയുണ്ട്. ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ക്യൂൻ ഓഫ് സോർട്സിനോടുകൂടി, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിനോടുകൂടി ചേർത്ത് പറയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ, അതായത് സാമ്പത്തിക ഭദ്രതയിൽ അല്ലെങ്കിൽ കുടുംബപരമായ സന്തോഷത്തിൽ അസ്വസ്ഥതയുള്ള, അതിൽ കണ്ണുവയ്ക്കുന്ന ഒരു ഈവിൾ ഐ, അതായത് ഒരു ദുഷ്ടലാക്കോടുകൂടിയുള്ള ഒരു എനർജി, അങ്ങനെയുള്ളൊരു ഊർജ്ജത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ളത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ സമ്പാദ്യത്തിലോ നിങ്ങളുടെ സന്തോഷത്തിലോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉന്നതിയിലോ നിങ്ങളുടെ സുഖസൗകര്യങ്ങളിലോ കുടുംബ ഭദ്രതയിലോ അസൂയയുള്ള അല്ലെങ്കിൽ അതിൽ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയും ഇതിലേക്ക് കാണാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ എല്ലാ കാർഡുകളും പറയുന്നത് നിങ്ങളിലേക്ക് അസൂയ കലർന്ന ഒരു നെഗറ്റീവ് എനർജി വരുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് തകർക്കാൻ പ്രാപ്തിയുള്ള, ശേഷിയുള്ള ഒന്നല്ല. നിങ്ങളുടെ മാനസിക സമാധാനം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് നിങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലും. നിങ്ങളെ നേരിട്ട് ഭയപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം, സ്വസ്ഥത പോവുക, കുടുംബത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുക, അങ്ങനെ സ്വസ്ഥതയില്ലായ്മ വരുമ്പോൾ, അസ്വസ്ഥതകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ
എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണമാകും. അങ്ങനെ ഒരു വ്യതിചലിക്കൽ നിങ്ങളിൽ ഉണ്ടാവണമെന്നും ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കരുതെന്നും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകരുതെന്നും ചിന്തിച്ചുകൊണ്ട് ഒരു ഉദ്ദേശത്തോടു കൂടി ആരോ ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തിന്റെ ഫലമായിട്ട് വരുന്ന ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നമുക്കിതിനെ കാണാം. നമുക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്കായിട്ട് ആസ്ട്രോഡയസ് കൂടി വെച്ചിട്ട് ആരായിരിക്കും എന്ത് മേഖലയിൽ ഏത് ജീവിതത്തിലെ ഏത് കാര്യങ്ങളിൽ തടസ്സം വരുത്തുന്നതിനായിട്ടാണ് അല്ലെങ്കിൽ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാൻസർ 10th ഹൗസ് കർമ്മ മേഖലയിലാണ്. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജൂപ്പിറ്റർ എന്ന് പറയുന്നത് അത് സജിറ്റേറിയസ് എനർജിയാണ്. നിങ്ങൾക്ക് വളരെ അബണ്ടൻസും എക്സ്പാൻഷനും ഒക്കെ കൊണ്ടുവരുന്ന എനർജിയാണ്. ഹയർ എഡ്യൂക്കേഷനുമായിട്ടും ട്രാവലുമായിട്ടും ഒക്കെ ബന്ധമുള്ളതാണ് ഈ എനർജി. ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം ക്യാൻസർ അതായത് കർക്കിടകത്തിലാണ്, 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിലാണ് നിൽക്കുന്നത്. അതായത് സാധാരണഗതിയിൽ വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുന്നത് വളരെ ശുഭകരമായ ഒരു സ്ഥാനത്താണെങ്കിലും നമ്മൾ പരിശോധിക്കുന്നത് നെഗറ്റീവ് എനർജിയുടെ കാര്യമായതുകൊണ്ട് അത് ആരായിരിക്കും നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ അയച്ചിട്ടുള്ളത് എന്ന് ചിന്തിച്ചാൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അടുത്ത വൃത്തത്തിലുള്ള ഒരാളെയാണ്. അതായത് ഒരു കുടുംബാംഗമോ സുഹൃത്തോ. കർക്കിടകം എന്ന് പറയുന്നത് കുടുംബത്തെയും വൈകാരിക ബന്ധങ്ങളെയും കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ സുപരിചിതനായ, നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടുള്ള ഒരു വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി ആകാം ഇതിന് പിന്നിൽ. ഒരു മുതിർന്ന വ്യക്തിയാണ് എന്നുള്ളത് നമ്മുടെ ഈ കാർഡുകളിലൂടെ ഞാൻ പറഞ്ഞു. അത് ജൂപ്പിറ്ററും ശരിവെക്കുന്നുണ്ട്. അതായത് ഒരു ഗുരുതുല്യരായവർ, മാതാപിതാക്കളെ പോലെ നിങ്ങൾ കാണുന്ന ആളുകൾ, അതായത് നിങ്ങളുടെ അച്ഛനമ്മമാരെ പോലെ നിങ്ങൾ ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ സൂചിപ്പിക്കുന്നുണ്ട് ഈ വ്യാഴം വരുമ്പോൾ. ചിലപ്പോൾ നിങ്ങൾ ഒരു ഉപദേശം തേടുന്ന ഒരാൾ പോലും ആയേക്കാം. നിങ്ങൾ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാൾ തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു ഗുരു ആയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചാൽ 10th ഹൗസ്, അതായത് നിങ്ങളുടെ 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മമണ്ഡലത്തെയും നിങ്ങളുടെ പ്രശസ്തിയെയും അതായത് പബ്ലിക് ഇമേജിനെയൊക്കെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങൾ നേടുന്ന വളർച്ച, നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിൽ നേടുന്ന വളർച്ച, ഇതൊക്കെ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രൊമോഷൻ തടയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകാവുന്ന അവർ പ്രതീക്ഷിക്കുന്ന വളർച്ച തടയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെയോ നിങ്ങളുടെ മുകളിലുള്ള ആളുകളുടെയോ മുന്നിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളെ മോശക്കാരിയാക്കുകയോ ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പേരിന്, നിങ്ങളുടെ നല്ല പേരിന്, നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ലൊരു അംഗീകാരവും മാന്യതയൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെന്നാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി സൂചിപ്പിക്കുന്നത്. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളെ പറഞ്ഞ് മോശപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളെ പറ്റിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. എന്ത് ലക്ഷ്യത്തോടെയാണ് അവരത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും അസൂയ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൊഫഷണൽ ജലസി ഉണ്ട്, അതായത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കാം. അതാണ് ഒരു ഗുരു എന്ന് പറഞ്ഞത്. ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾക്ക് ഈ പറഞ്ഞ വ്യക്തി. അവർക്ക് പക്ഷെ നിങ്ങളോട് അസൂയുണ്ട്. നിങ്ങൾ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന തോന്നൽ അവരിൽ അസൂയ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്ഥാനമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇരിക്കുന്ന പദവിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രശസ്തിയിലോ കണ്ണു വെച്ചുകൊണ്ടുള്ളൊരു നീക്കം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയിലേക്ക് നിങ്ങൾ വളർന്നു വരുമെന്ന് തോന്നുന്നത് കൊണ്ടുണ്ടാകാവുന്ന അസ്വസ്ഥതയാണ് അവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളെ ഇമോഷണലി തളർത്താൻ വേണ്ടിയിട്ട്, അതായത് വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ട് നിങ്ങളെ തളർത്തിയാൽ മാത്രമേ നിങ്ങളുടെ കരിയറിനെ തളർത്താൻ പറ്റൂ എന്ന് അവർക്കറിയാം. ബാക്കി എല്ലാ കഴിവും നിങ്ങൾക്കുണ്ട്, ബുദ്ധിയും വിവേകവും എല്ലാം ഉണ്ട്. അതിനാൽ നിങ്ങളുടെ സമാധാനം കളയുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അതിനാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ള, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോ സമൂഹത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ബന്ധുക്കളിലോ ഉള്ള ഒരാൾ നിങ്ങളുടെ സൽപ്പേരിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് അയക്കുന്ന നെഗറ്റീവ് എനർജി ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇതിനെന്താണ് ഒരു പരിഹാരം? ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി എന്തായാലും അവർ നിങ്ങളിലേക്ക് വിട്ടിട്ടുണ്ട്. അതിന് പൊതുവെ ഒരു പരിഹാരം എന്തെങ്കിലും യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നുണ്ടോ
എന്ന് നോക്കാം. നിങ്ങൾ വിളവെടുപ്പിന് കാത്തിരിക്കുകയാണ്, നിങ്ങൾ അധ്വാനം ചെയ്ത് കാത്തിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നിലവിൽ നിങ്ങളുടെ കരിയറിൽ ഒരു വിളവെടുപ്പിന് കാത്തിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ കാർഡിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നതും ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയാണ്. അതായത് മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജിയോട് അതേ രീതിയിൽ പ്രതികരിക്കാതിരിക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താനും നിങ്ങളുടെ ഊർജം വീണ്ടെടുക്കാനും ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഒരു ഇടവേള എടുക്കുന്നത് നല്ലതാണെന്നുള്ളതാണ്. അതായത് ഒന്ന് ക്ഷമ കാണിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങളൊന്നും ബാധിക്കാൻ പോകുന്നില്ല. നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് ബാധിക്കുമോ എന്നോർത്ത് നിങ്ങൾ പെട്ടെന്ന് പരിഭ്രാന്തരാകുമൊന്നും വേണ്ട. നിങ്ങൾ ശരിയായ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം എന്തായാലും ഉടനെ തന്നെ ലഭിക്കും എന്നുള്ളത് മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഓറ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുക. മെഡിറ്റേറ്റ് ചെയ്യുക. അതേപോലെ ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടാണ് ആരെങ്കിലും നിങ്ങൾക്കെതിരായി എന്തെങ്കിലും ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അറിഞ്ഞിട്ടാണെങ്കിൽ സോൾട്ട് വാട്ടർ ബാത്ത്, അതായത് കല്ലുപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിയിട്ട് അത് ഒരു ചെറിയ ബക്കറ്റ് വെള്ളത്തിൽ, നമ്മൾ സാധാരണ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബക്കറ്റ് വെള്ളത്തിലിട്ടിട്ട് ആ കോൺസെൻട്രേഷനിൽ ഇട്ടിട്ട് തലയിലൊഴിക്കാതെ ദേഹത്തൊഴിക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ ഒന്നുകൂടി നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് കൂടി അതുകൂടി ശ്രദ്ധിക്കണം. ഉപ്പുവെള്ളം ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കാൻ ഇടയാവരുത്. അതുകൊണ്ട് കഴുകി കളഞ്ഞാൽ തന്നെ ആ നെഗറ്റീവ് എനർജി എന്തെങ്കിലും നിങ്ങളെ നേരിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോയിക്കോളും. പിന്നെ അതിനുള്ള ഇവരെയൊക്കെ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് ഫിസിക്കലി അവരോട് തർക്കം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയൊന്നുമല്ല. അനാവശ്യമായ തർക്കങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആ തർക്കങ്ങളിലേക്കും നമ്മൾ പോകണ്ട. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമ്മുടെ ഒരു വളർച്ചയെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനെ മാത്രം ശ്രദ്ധിക്കുക. ഒരു അധ്വാനം കഴിഞ്ഞ ഒരു കർഷകൻ ആ വിളവെടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതിനൊരു സമയം കൊടുക്കുക. നിങ്ങൾ അതിനിടയിൽ വല്ലാതെ പരിഭ്രാന്തരാവുകയൊന്നും വേണ്ട. നിങ്ങൾക്കൊന്നും അതായത് നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഒരു ഗ്രൗണ്ടിങ്, അതായത് ഈ 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് മണ്ണിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ്. അതായത് മണ്ണിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മണ്ണിൽ വെറും കാലോടെ നടക്കുന്നതോ ഈ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ സഹായിക്കും. ഒരു ഗ്രൗണ്ടിങ് വന്നു കഴിഞ്ഞാൽ. അതുപോലെ പച്ച നിറം, ഗ്രീൻ ജെയ്ഡ്, ഗ്രീൻ അവഞ്ചറിൻ പോലുള്ള ക്രിസ്റ്റലുകൾ ഉണ്ടല്ലോ, അത് കൈവശം വെക്കുന്നത് മനസ്സിന് സ്ഥിരതയും സംരക്ഷണവും നൽകും. ബ്ലാക്ക് ടോർമലൈൻ അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റലാണ്, അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ കൂടുതൽ കരുത്താർജിച്ചു വരാനായിട്ട് പുതിയ പദ്ധതികൾ കരിയറിലായാലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലായാലും നിങ്ങൾ തയ്യാറാക്കി ഉറപ്പോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശം. ഒരു നിർദ്ദേശം കൂടി നമുക്ക് എടുക്കാം, ഒരു അഡ്വൈസ് കൂടി നമുക്ക് എടുക്കാം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സാഹചര്യത്തിൽ? നെഗറ്റീവ് എനർജിയെ പിന്തള്ളാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്താണ് ഈ കാർഡിൽ കണ്ടത്, എന്താണ് നമ്മൾ പറഞ്ഞത്? കാത്തിരിക്കാൻ ക്ഷമ വേണമെന്നല്ലേ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പേഷ്യൻസ്, കാം എൻഡ്യൂറൻസ്, ട്രസ്റ്റിംഗ് ഡിവൈൻ ടൈമിംഗ്. നിങ്ങൾ കാത്തിരുന്നോളൂ, പേടിക്കണ്ട. ഒരു തരത്തിലും നിങ്ങൾ പേടിക്കണ്ട. ഒരു തരത്തിലും നിങ്ങളെ നെഗറ്റീവ് എനർജി എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതിന് ചുറ്റും ഈ ഓറ കണ്ടില്ലേ, ആ ഓറ നിങ്ങളിലുണ്ട്, ആ പ്രൊട്ടക്ഷൻ നിങ്ങളിലുണ്ട്. ആ പ്രൊട്ടക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ പ്രാക്ടീസുകൾ ചെയ്താൽ മാത്രം മതി. ആര് എന്ത് നെഗറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് വിട്ടാലും അത് നിങ്ങളെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സ്, ഗോഡ് നിങ്ങളോട് പറയുന്ന സന്ദേശം. നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്താൽ മെമ്പർഷിപ്പ് 5 ലെവലുകളിലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് മെമ്പർഷിപ്പുകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിലേതെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായതുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അത് ചാനലിന് നല്ലൊരു സപ്പോർട്ടായിരിക്കും മുന്നോട്ട് പോകുന്നതിനായിട്ട്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.